എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇപ്പോൾ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് SLC മുത്തുമണികളെ നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റിൽ, അതായത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരി എഴുതിയ ഷാഹിന ഈക്ക എഴുതിയ ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗം അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ പാഠഭാഗം എന്താണെന്ന്, ആശയം എന്താണ്? നമ്മൾ കഴിഞ്ഞൊരു ലൈവിൽ പറഞ്ഞിരുന്നു ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്താണെന്ന് കൃത്യമായി. എന്നാലും ഒരിക്കൽ കൂടി പെട്ടെന്ന് നിങ്ങളെ ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ അല്ലേ? ചിത്രകാരിയായ ഫിസ. ഹാഫിസ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ ഫിസയെ കല്യാണം കഴിക്കുന്നു. കല്യാണത്തിന് മുന്നേ അവളുടെ ലോകം എന്തായിരുന്നു? ചിത്രങ്ങളായിരുന്നു. വിവിധ ക്യാൻവാസുകളിൽ അവൾ വരച്ചു ചേർത്ത മനോഹരങ്ങളായ ചിത്രങ്ങൾ. എന്നാൽ കല്യാണത്തിനു ശേഷം അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ചിത്രം വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. അവളുടെ നിറങ്ങളെ, അവളുടെ ലോകങ്ങളെ, അവളുടെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തു ചെയ്യുകയാണ് മക്കളെ? തടഞ്ഞു നിർത്തുകയാണ് അല്ലേ? ഭർത്താവിൻ്റെ ഉമ്മ പറയുകയാണ്, ഫിസേ നീ അടുക്കളയിൽ പണിയെടുക്കണം, ചിത്രം വരച്ചാൽ കഴിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല അല്ലേ? കേവലം സ്ത്രീകളുടെ സാധാരണ ചിന്ത. സ്ത്രീകൾ എപ്പോഴും ഭർത്താവിനെ നോക്കണം, കുട്ടികളെ നോക്കണം, അടുക്കളയിൽ പോയിട്ട് പലഹാരങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, ഫുഡ് ഉണ്ടാക്കി വിളമ്പണം. ഇതൊക്കെയാണ് ചിന്തകളല്ല, ഇതൊക്കെ മാറ്റണ്ടേ? എന്നാൽ കല്യാണത്തിന് ശേഷം ഫിസയുടെ ജീവിതം ആകെ മാറുന്നു. അവൾക്ക് ചിത്രം വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഭർത്താവിൻ്റെ വീട്ടിൽ ലഭിക്കുന്നില്ല മക്കളെ. അങ്ങനെ ഭർത്താവിൻ്റെ ഉമ്മയുടെയും വീട്ടുകാരുടെയും നിർബന്ധവും ചൂഷണവും സഹിക്കവയ്യാതെ അവൾ തൻ്റെ ചിത്രങ്ങളുടെ ലോകത്തിന് വിട പറയുന്നു. തൻ്റെ കയ്യിൽ പറ്റിപ്പിടിച്ച മഞ്ഞയും അല്ലെ ചുവപ്പും പച്ചയും കലർന്ന നിറങ്ങൾ കഴുകിക്കളഞ്ഞ് അവൾ തൻ്റെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ ഉപേക്ഷിക്കുന്നിടത്ത് ഒരു സ്ത്രീ തൻ്റെ സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ, പ്രതീക്ഷയെ, നിലനിൽപ്പിനെ ഉപേക്ഷിക്കുന്നതായി ഈ കഥാഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അല്ലേ? പുരുഷ മേധാവിത്വ സമൂഹം സ്ത്രീകളെ അടിമകളായി കാണുന്ന, അവരുടെ സ്വപ്നങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാത്ത കാലത്തെ പ്രതീകവൽക്കരിക്കുകയാണ് നമ്മുടെ ഷാഹിന ഈക്കയുടെ ചിത്രകാരി എന്ന് പറയുന്ന കഥ. പിന്നെ മക്കൾ ഒരിക്കൽ കൂടി കഥ വായിക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ആശയം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗത്തെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ദൈവം തൊട്ട കൈവിരലുകൾ എന്ന പ്രയോഗം കഥയിൽ അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് കഥയിൽ പറയുന്നുണ്ട്. അതെന്താണ്? എന്തിനാണ് ഈ പദം അല്ലെങ്കിൽ വാക്യങ്ങൾ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ അല്ലേ? ഫിസയാണ് കഥയിലെ പ്രധാന കഥാപാത്രം. ചിത്രം വരയ്ക്കാനുള്ള ഫിസയുടെ കഴിവിനെയാണ് ഇവിടെ ദൈവം തൊട്ട വിരലുകൾ എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, എന്താണ് ദൈവം തൊട്ട കൈവിരലുകൾ എന്ന വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത്? അപ്പം എൻ്റെ മുത്തുമണികൾ എഴുതണം. എന്താണ് എഴുതുക? ചിത്രം വരയ്ക്കാനുള്ള ഫിസയുടെ കഴിവിനെയാണ് ഇവിടെ ദൈവം തൊട്ട വിരലുകൾ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. തൻ്റെ കൈവിരലുകൾ കൊണ്ട് മനോഹരമാക്കി മാറ്റിയ ചിത്രങ്ങളെ ഈ വരിയിലൂടെ അടയാളപ്പെടുത്തുന്നു അല്ലേ? തൻ്റെ കൈവിരലുകൾ കൊണ്ട് മനോഹരമാക്കിയ ചിത്രങ്ങളെയാണ് ഇവിടെ അർത്ഥപൂർണമായി വിവരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യമാണ് ഫിസ കഥാപാത്ര നിരൂപണം. ഫിസയെ കഥാപാത്ര നിരൂപണം ചെയ്യാൻ അല്ലേ? കഥാപാത്രം അല്ലേ നിരൂപണം ചെയ്യാൻ ആരെ? ഫിസയെ ഉറപ്പായും ചോദിക്കാം ഈ ഒരു പാഠഭാഗത്ത് നിന്നും. ഇപ്പം എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും മക്കളെ? എനിക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഫിസയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സിനിമാ പാട്ടാണ് ഓർമ്മ വരുന്നത് അല്ലേ? ഗൾബിനുള്ളിൽ സങ്കടങ്ങൾ, കണ്ണീര് നിറഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ത്രീ, തൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ളിലൊതുക്കി ജീവിക്കേണ്ടിയിരുന്ന സ്ത്രീ. ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സിനിമാ പാട്ടിലെ കുറച്ച് വരികൾ ഓർമ്മ വരുന്നു. എന്താ അറിയോ? എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ആ ഗൽബിലേക്കെത്തു വിളക്കിൻ വെളിച്ചമാണിന്നീരുട്ടറയിൽ ആ കണ്ണിലെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ ഗൽബിൻ മരുപ്പറമ്പിൽ. ഈ വരികളിൽ
കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഗൽബിലെ അല്ലേ, ആ കണ്ണിലെ തുള്ളിയാണ് എന്നുടെ ഗൽബിൻ മരുപ്പറമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കിത് കൂട്ടിച്ചേർത്തൂടെ. നമ്മുടെ ചിത്രകാരിയായ ഫിസിയുടെ ഗൽബിനുള്ള എന്താണ് മക്കളെ? കണ്ണുനീരാണ്. തൻ്റെ സ്വപ്നങ്ങൾ, തൻ്റെ പ്രതീക്ഷകൾ, തൻ്റെ വിശ്വാസങ്ങൾ, തൻ്റെ കഴിവുകൾ, തൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം ഇല്ലാതാക്കി വെച്ച് ഗൽബിൻ്റെ ഉള്ളിൽ പൂട്ടിവെച്ച, കണ്ണിൽ നിന്നും ഒഴുകി വന്ന കണ്ണീരിൻ്റെ പേരാണ് ഫിസ. സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ വീട്ടിലും ഭർത്താവിൻ്റെ പീഡനങ്ങൾ, ഭർത്തൃവീട്ടുകാരുടെ ചൂഷണങ്ങൾ, അടി, പരിഹാസങ്ങൾ, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്ന എല്ലാ സ്ത്രീകളും ഫിസയെ പോലെയാണ്. തങ്ങളുടെ കഴിവുകളും സ്വപ്നങ്ങളും അടക്കി വെച്ച് ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഫിസയെ പ്രതീകവൽക്കരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പം നമുക്ക് ഫിസ കഥാപാത്ര നിരൂപണത്തിലേക്ക് പോകാം. എന്താണ് പറയാൻ പറ്റുക? ഷാഹിന ഇഖയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ. ചിത്രരചനയിൽ അതീവ തൽപരയായ ഫിസ കല്യാണത്തിനു ശേഷം തൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കുഴിച്ചു മൂടുന്നു അല്ലേ. മൂരാച്ചിയായ ഭർത്താവ് ഭാര്യയുടെ കഴിവിനെയും സ്വപ്നങ്ങളെയും അംഗീകരിക്കാത്ത എല്ലാ ഭർത്താക്കന്മാരും എന്താണിടാ, ഹാഫിസിനെ പോലെ മൂരാച്ചികളാണ്. ഒരു മൈന്ദാണ്. ഭാര്യയെ മനസ്സിലാക്കണം. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും മനസ്സിലാക്കുമ്പോഴാണ് സ്വർഗമുണ്ടാവുക മക്കളെ. ഓക്കെ, വർത്തമാന കാലത്ത്, അതായത് ഇന്നത്തെ കാലത്ത് വിവാഹാനന്തരം ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും നിർബന്ധപ്രകാരം ആഗ്രഹങ്ങളെയും കഴിവുകളെയും ഇല്ലാതാക്കി ജീവിക്കുന്ന സ്ത്രീകളെ ഫിസ പ്രതീകവൽക്കരിക്കുന്നു. എന്താണ് മക്കളെ? ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും നിർബന്ധപ്രകാരം ആഗ്രഹങ്ങളെയും കഴിവുകളെയും ഇല്ലാതാക്കി ജീവിക്കുന്ന സ്ത്രീകളെ ഫിസ പ്രതീകവൽക്കരിക്കുന്നു അല്ലേ. 3-4 ദിവസം മുമ്പേ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു, ഭർത്താവിൻ്റെ പീഡനം സഹിക്കാതെ. 2 മാസത്തിന് മുമ്പ് വേറൊരു സ്ത്രീ ആത്മഹത്യ ചെയ്തു അല്ലേ. അതുല്യ, വിഭജിക, ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ? അവരൊക്കെ ഒരു പ്രതീകങ്ങളാണ്. സമൂഹത്തിൽ സ്ത്രീകൾ ഭർത്താവിൻ്റെ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതാക്കി അല്ലേ മൺമറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളായി ഓരോ സ്ത്രീകളും മാറുന്നു. അതിൻ്റെ ഒരു പ്രതീകമാണ് കഥയിലെ ഫിസ എന്ന് പറയുന്ന കഥാപാത്രം. അത് മറക്കരുത് കേട്ടോ. താൻ നേരിടുന്ന ചൂഷണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ ആ വീട്ടിൽ ഒറ്റപ്പെടുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു. മഷിക്കൂട്ടുകളാണ് ഫിസയുടെ സുഹൃത്തുക്കൾ അല്ലേ. മഷിക്കൂട്ടുകളാണ് ഫിസയുടെ സുഹൃത്തുക്കൾ. ഒറ്റപ്പെടുന്ന കഥാപാത്രമായി ഫിസ ഇവിടെ മാറുന്നു. കൂടാതെ ഫിസയ്ക്ക് ആശ്വാസം മഷിക്കൂട്ടുകളാണ്, ചിത്രം വരയ്ക്കാനുള്ള കഴിവാണ്. എന്നാൽ കഥയുടെ അവസാനത്തിൽ ആ നിറങ്ങളെ കൂടി കഴുകിക്കളഞ്ഞ് തൻ്റെ ചിത്രം വരയ്ക്കാനുള്ള അതുല്യമായ കഴിവിനെ അവസാനിപ്പിക്കുകയാണ് ഫിസ. അവസാനം തൻ്റെ കഴിവുകളെ ചൂഷണങ്ങൾക്ക് വിധേയപ്പെട്ട ഫിസ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ അവസാനിപ്പിക്കുന്നു. കയ്യിൽ പറ്റിപ്പിടിച്ച മഞ്ഞ, പച്ച, ചുവങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട്. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നിരുത്സാഹപരമായ സമീപനത്താൽ മനം മടുത്ത് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും കഴിവുകളെയും തന്നിലേക്ക് ഒതുക്കി വെച്ച് ജീവിക്കുന്ന സ്ത്രീകളെയെല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, എന്താണ് മക്കളെ? കഴിവുകളെയും ആഗ്രഹങ്ങളെയും തന്നിലേക്ക് ഒതുക്കി വെച്ച് ജീവിക്കുന്ന സ്ത്രീകളെയെല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു. തൻ്റെ വീട്ടിൽ ഒറ്റപ്പെടുന്ന, കഴിവുകളെ ഒതുക്കി വയ്ക്കുന്ന, ഭർത്താവിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രങ്ങൾക്കെല്ലാം പ്രതീകമായി ആര് മാറും? നമ്മുടെ കഥയിൽ ഫിസ മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. മറക്കല്ല കേട്ടോ ഫിസ കഥാപാത്ര നിരൂപണം. അടുത്ത ചോദ്യം, ഹാഫിസ് കഥാപാത്ര നിരൂപണം. ഹാഫിസ് കള്ളമൊയ്ന്ത് അല്ലേ, ഭാര്യയെ സ്നേഹിക്കാൻ പോലും പറ്റാത്തൊരു കച്ചവടക്കാരൻ. നമ്മളെ സമൂഹത്തിലുണ്ടാ കുറച്ച് ആൾക്കാർ അങ്ങനെ ഭാര്യയെ മനസ്സിലാക്കാത്ത അല്ലേ, പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രതീകങ്ങളായ ഒരുപാട് പുരുഷന്മാർ. എന്താണ് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ പൗരുഷം എന്ന് പറയുന്നത്? അവൻ്റെ കൂടെയുള്ള പെണ്ണിനെ അറിയുകയും അല്ലെ സ്നേഹിക്കുകയും അവരുടെ കഴിവിനെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ പൗരുഷം ഒരു പുരുഷനിൽ വരുന്നത്. അല്ലാതെ അവളെ അടിക്കുമ്പോഴോ അവളെ ചീത്ത വിളിക്കുമ്പോഴോ ഒന്നുമല്ല. ഈ ക്ലാസ് കാണുന്ന ആൺകുട്ടികളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചൊരു ജോലിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ സുഹൃത്തായാലോ ഭാര്യ ആയാലോ നിങ്ങൾ ബഹുമാനിക്കണം. പെൺകുട്ടികളോടും സ്വന്തം കാലിൽ നിൽക്കണം. ആൺകുട്ടികളെ ബഹുമാനിക്കണം, ആൺകുട്ടിയെ തിരിച്ചും ബഹുമാനിക്കണം. എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം കാലിൽ വെച്ചാൽ 2 കാലിൽ നിൽക്കുന്നതാണ് സ്വന്തം കാലം എന്ന് പറയുന്നത്. അല്ല, വരുമാനം പഠിച്ച് ജോലി ആക്കണം കേട്ടോ എല്ലാവരും മക്കളും. എന്നുള്ള സ്വന്തം വരുമാനത്തിൽ ജീവിക്കണം. എപ്പോൾ നമുക്ക് ആര് നമ്മൾ എന്തു പറഞ്ഞാലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഫിസയെ പോലെ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി കഴിവുകൾ ഉപേക്ഷിച്ച് പോകുന്ന സാധാരണ സ്ത്രീകളിൽ ഒരാളായി നിങ്ങൾ മാറും. അത് വേണ്ട കേട്ടോ. അപ്പം നമുക്ക് ആഫീസ് കഥാപാത്ര നിരൂപണത്തിലേക്ക് പോകാം. ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയാണ് നമ്മുടെ ചിത്രകാരി എന്ന് പറഞ്ഞ കഥയിൽ ആഫീസ്. ഷാഹിന ഇഖയുടെ ചിത്രകാരി എന്ന കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഹാഫിസ്. തൻ്റെ ഭാര്യയുടെ കഴിവിനെ അംഗീകരിക്കാത്ത, എന്നാൽ തൻ്റെ ഭാര്യയുടെ കഴിവിൽ അങ്ങേയറ്റം അപകർഷതാബോധം ഉളവാക്കുന്ന കഥാപാത്രമായി ഹാഫിസ് മാറുന്നു. വർത്തമാന കാലത്ത്, ഇന്നത്തെ കാലത്ത് ഭാര്യയെ അംഗീകരിക്കാത്ത, അവരുടെ സ്വപ്നങ്ങൾക്ക്
തണലേകാത്ത ആൺ അധികാരമായി ഹാഫിസ് ഇവിടെ പരിണമിക്കുന്നു. ഭാര്യമാരുടെ സ്വപ്നങ്ങൾക്ക് യാതൊരുവിധ ചിറകും നൽകാതെ അവരെ പറക്കാൻ അനുവദിക്കാതെ അപകർഷബോധമുള്ള ആണുങ്ങളെല്ലാം പുരുഷന്മാരെല്ലാം ഹാഫിസിൻ്റെ പ്രതീകങ്ങളാണ്. യഥാർത്ഥത്തിൽ പുരുഷാധികാരത്തിൻ്റെ ചിത്രമാണ് ഹാഫിസ്, അല്ലേ? പുരുഷാധികാരത്തിൻ്റെ ചിത്രമാണ് ഹാഫിസ്. തൻ്റെ ഭാര്യയുടെ ചിത്രം വരയ്ക്കാനുള്ള ആ മനോഹരമായ കഴിവിനെ അംഗീകരിക്കാതെ വീട്ടിൽ പാചകം ചെയ്യുവാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും പറയുന്ന കേവലം പുരുഷാധികാരമായ സ്വഭാവമാണ് ഹാഫിസ് പ്രകടമാകുന്നത്. അടുക്കളയിൽ പണി ചെയ്യാൻ, ആരെങ്കിലും വന്നാൽ ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒക്കെ പറയുന്ന വീട്ടിലെ ഒരു ഉപകരണം മാത്രമായി, ഒരു തൊഴിലാളി മാത്രമായി സ്ത്രീയെ, തൻ്റെ ഭാര്യയെ കാണുന്ന കഥാപാത്രമായി ഹാഫിസ് മാറുന്നു. ദാമ്പത്യ ജീവിതത്തിലെ ഒത്തൊരുമ, സ്നേഹം, പ്രോത്സാഹനം, അംഗീകരിക്കൽ, അല്ലേ? ദാമ്പത്യ ജീവിതത്തിലെ ഒത്തൊരുമ, സ്നേഹം, പ്രോത്സാഹനം, അംഗീകരിക്കൽ എന്നിവയൊന്നും തന്നെ ഹാഫിസിൽ കാണാൻ കഴിയുന്നില്ല. ആയതിനാൽ പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രതീകമായി ഹാഫിസ് കഥയിൽ ഉടനീളം സഞ്ചരിക്കുന്നു. പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രതീകമായി ഹാഫിസ് കഥയിൽ ഉടനീളം സഞ്ചരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ, അല്ലേ? അത് നമ്മുടെ ഹാഫിസിൻ്റെ വീട്ടിൽ വന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഈ ഫിസ എന്ന കഥാപാത്രത്തെ കാണുകയും അവരുടെ ഭൂതകാലം അറിയുകയും ചെയ്യുന്നുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് സമ്മാനം വാങ്ങിയ പെൺകുട്ടിയാണ് ആര്? ഫിസ. അപ്പോൾ ഫിസ ഈ ഹാഫിസാണ് കെട്ടിയതെന്ന് കണ്ടപ്പം ആ സുഹൃത്ത് പറയുകയാണ്, ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ. ഏത് കച്ചവടക്കാരൻ? ഹാഫിസ്, ഭർത്താവ്. സുഹൃത്തിൻ്റെ ഈ പരിഹാസ വാക്കുകളിൽ തെളിയുന്ന സാമൂഹിക കാഴ്ചപ്പാട് എന്താണെന്ന് വ്യക്തമാക്കുക. നോക്കാം. എന്താണ് സുഹൃത്തിൻ്റെ ഈ വാക്കുകളിലൂടെ തെളിയുന്നത്? കഴിവും കലാബോധവും ഇല്ലാതെ പണത്തിൻ്റെ പിറകെ മാത്രം സഞ്ചരിക്കുന്ന ഒരു കച്ചവടക്കാരനോടുള്ള വിമർശനമാണ്, അല്ലേ? എന്താണ്? കഴിവും കലാബോധവും ഇല്ലാതെ പണത്തിൻ്റെ പിറകെ മാത്രം സഞ്ചരിക്കുന്ന ഒരു കച്ചവടക്കാരനോട് വിമർശനമാണ് ഈ വരിയിൽ കാണുന്നത്. ഈ സുഹൃത്ത് പറയുകയാണ്, എങ്ങനെയാണ് ഇത്ര കഴിവുള്ള ഈ ഫിസ ഈ കച്ചവടക്കാരനായ കലാബോധമില്ലാത്ത ഹാഫിസിൻ്റെ ഭാര്യയെ വന്നത് എന്ന ഒരു അത്ഭുതമാണ് ഈ വരികളിൽ ആ സുഹൃത്തിൻ്റെ വാക്കുകളിൽ തെളിയുന്നത്. കഥയിൽ വിമർശനം വിരൽ ചൂണ്ടുന്നത് ഹാഫിസിലേക്കാണ്. കഥയിൽ ഈ വിമർശനം വിരൽ ചൂണ്ടുന്നത് ഹാഫിസിലേക്കാണ്. അതായത് ചിത്രം വരയ്ക്കാനുള്ള അതുല്യമായ കഴിവുള്ള പ്രതിഭയാണ് ഫിസ. എന്നാൽ ഫിസയെ അംഗീകരിക്കാത്ത കേവലം കച്ചവടക്കാരൻ്റെ മനോതലങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഹാഫിസിനെ വിമർശിക്കുകയാണ് സുഹൃത്തിൻ്റെ വാക്കുകൾ, അല്ലേ? കച്ചവടക്കാരൻ്റെ മനോതലങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഹാഫിസിനെ വിമർശിക്കുകയാണ് സുഹൃത്തിൻ്റെ വാക്കുകൾ. കലാബോധം ഒട്ടുമില്ലാത്ത ഹാഫിസിനെ വിമർശിക്കുകയാണ് സുഹൃത്ത് ഈ വരികളിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥമാക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? അടുപ്പത്തെ പണി ഒരു കടലാഫിസേ. എന്താണ് മക്കളെ? അടുപ്പത്തെ പണി ഒരു കടലാഫിസേ. ഉമ്മയുടെ ഈ വാക്കുകളിലെ മനോഭാവം വ്യക്തമാക്കുക. ഉമ്മയുടെ ഈ വാക്കുകളിലെ മനോഭാവം വ്യക്തമാക്കാനാണ് ചോദ്യം. അല്ലെ, എന്തുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത്? പല സ്ത്രീകളെ വിചാരം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പണിക്ക് പോകാൻ പാടില്ല, സ്ത്രീകൾ വീട്ടിൽ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെക്കാൻ പാടില്ല, സ്ത്രീകൾ വീട്ടിൽ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, സ്ത്രീകൾ പുരുഷന്മാർ സംസാരിക്കാൻ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല, സ്ത്രീകൾ ഒരുപാട് പഠിക്കാൻ പാടില്ല, സ്ത്രീകൾ വിദേശത്തേക്കൊന്നും ജോലിക്ക് പോകാൻ പാടില്ല. ഇതൊക്കെയോ തെറ്റിദ്ധാരണയാണ്. സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുങ്ങുക, അല്ലേ? പുറത്തിറങ്ങാതെ മുഖം കാണിക്കാതെ നിൽക്കുക, അടുക്കളയിൽ മാത്രം ഒന്ന് വെച്ചുണ്ടാക്കുക, ഭർത്താവിനെ നോക്കുക. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത ചിന്താഗതിയാണ്. ഇതൊക്കെ മാറ്റണം. പക്ഷേ ഈ ചിന്താഗതിയുടെ ഭാഗമാണ് ഈ ഉമ്മ. അതുകൊണ്ടാണ് ഈ ഉമ്മ ഫിസയോട് പറയുന്നത്, എന്താണ്? അടുക്കളത്തെ പണി കടലാ ഫിസേ, നീ അടുക്കളത്തെ പണി ചെയ്യ്. നിനക്ക് പത്തിരി ഇറച്ചി ഉണ്ടാക്കാൻ അറിയോ? നിനക്ക് കോഴി ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? നിനക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയോ എന്ന് ചോദിക്കുന്നു. കാരണം ഉമ്മൻ്റെ വിചാരം ഇതൊക്കെയാണ് വലുത്. സ്ത്രീ പഠിക്കുക, ഉയർന്നു പോവുക എന്നത് ആ ഉമ്മയുടെ വിചാരത്തിലോ സങ്കല്പത്തിലോ ഇല്ല. അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത്. നോക്കാം ഉമ്മ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് നോക്കാം. അടുക്കള പണി ഒരിക്കലും തീരാത്തതും വളരെ പ്രധാനപ്പെട്ടതാണെന്നും ചിത്രരചന പോലെയുള്ള കാര്യങ്ങൾ അതിന് താഴെയാണെന്നുമാണ് ഉമ്മയുടെ ചിന്താഗതി. ശരിയാണ്, അടുക്കളയിലെ പണി പ്രധാനപ്പെട്ട പണി തന്നെയാണ്. പക്ഷേ അതാണോ സ്ത്രീക്ക് വലുത്? അല്ല, അത് പുരുഷനും ചെയ്യാൻ പറ്റൂലേ? പുരുഷനും സ്ത്രീക്ക് പണി ചെയ്യാൻ പറ്റും. ഒരു സ്ത്രീക്ക് വലുത് അടുക്കളയിലെ 4 ചുമരുകൾക്കുള്ളിലെ ആ പുകയോടുള്ള പണിയല്ല. പഠിച്ചു മിടുക്കിയായി ജോലി ചെയ്ത് സ്വന്തം വരുമാനത്തിൽ നിൽക്കുന്നതാണ് അവൾക്ക് ഏറ്റവും അഭിമാനം, അല്ലാതെ അടുക്കളയിൽ ഒതുങ്ങുന്നതല്ല. പക്ഷെ ഉമ്മയുടെ വർത്തമാനത്തിന് എന്താണ്? സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങണം, കലാമൂല്യങ്ങളുള്ള ആരും സ്ത്രീകളും ഒരു കലകൾക്കും പിന്നാലെ പോകാൻ പാടില്ല എന്ന ചിന്തയാണ് ഉമ്മയുടെ വാക്കുകൾ തെളിയുന്നത്. പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അടുക്കള കാര്യങ്ങളിലാണെന്നുള്ള പരമ്പരാഗതവും സ്ത്രീവിരുദ്ധവുമായ മനോഭാവമാണ് ഉമ്മയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. കലയോടുള്ള പുച്ഛവും ഇതിൽ കാണാമല്ലേ? സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ജോലി ചെയ്യുക, ഭർത്താവിൻ്റെ കാര്യം നോക്കുക, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, വിളമ്പുക, കഴിക്കുന്നു മാത്രമാണ് സ്ത്രീകളുടെ ഒരു പണി എന്നതാണ് ഉമ്മയുടെ ചിന്ത. അല്ലാതെ കലകൾക്ക് പിന്നാലെ സ്ത്രീകൾ സഞ്ചരിക്കാൻ പാടില്ല
എന്നതാണ് ഉമ്മ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കലയോടുള്ള പുച്ഛവും ഇതിൽ കാണാൻ സാധിക്കും, ഉമ്മയുടെ വാക്കുകളിൽ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്താ മക്കളെ? ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ നിങ്ങൾ 2 മാർക്കിൽ 1 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം, 2 1 മാർക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട് നോക്കാം. ഫിസ ക്യാൻവാസിൽ മഞ്ഞയും പച്ചയും ഉപയോഗിച്ച് വരച്ച കാടിൻ്റെ ചിത്രം എന്തിനെയാവാം സൂചിപ്പിക്കുന്നത്? ഫിസ ഒരുപാട് ചിത്രം വരക്കുന്നുണ്ടല്ലേ, മഞ്ഞ പച്ച നിറങ്ങൾ ഒരുപാട് ചിത്രം വരക്കുന്നുണ്ട്. ഈ കാടിൻ്റെ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദ്യം നോക്കാം. അവളുടെ സന്തോഷത്തെ, അവളുടെ ദുഃഖത്തെ, അവളുടെ ഉള്ളിലെ പ്രകൃതിയെയും സ്വാതന്ത്ര്യമോഹത്തെയും ഹാഫിസിനോടുള്ള പ്രതിഷേധത്തെ. എന്താണ് മക്കൾ ഉത്തരം? യെസ്, അവളുടെ ഉള്ളിലെ പ്രകൃതിയെയും സ്വാതന്ത്ര്യമോഹത്തെയും, അവളുടെ ഉള്ളിലെ പ്രകൃതിയെയും സ്വാതന്ത്ര്യമോഹത്തെയും. ഫിസ വരക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, അതിലെ നിറങ്ങൾ മഞ്ഞയും പച്ചയുമാണ് അല്ലേ. അതൊക്കെ എന്തിനെയാണ് പ്രതിഫലിക്കുന്നത്? ഫിസയ്ക്ക് ഉള്ളിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവരുടെ ഉള്ളിലെ പ്രകൃതി, അവരുടെ സ്വാതന്ത്ര്യമോഹം, ഇവയാണ് ഈ ചിത്രങ്ങളിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് SSLCയിലെ അടിസ്ഥാന പാഠാവലിയിൽ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായ ചിത്രകാരിൽ നിന്നും ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഉറപ്പായും ആ പാഠഭാഗം നന്നായി വായിച്ചു പോവുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ. It's me, Jobin from Examiner.